സത്യത്തിൻ്റെ ഒരു പിൻബലവും ഈ ആരോപണങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ രാജ്യതലസ്ഥാനത്ത് സമരം നടത്താനല്ല, സംസ്ഥാന തലസ്ഥാനത്ത് ഭരണം നടത്താനാണ് ജനങ്ങൾ LDFന് വോട്ട് ചെയ്തത്. അതായത് ഡൽഹിയിൽ സമരം നടത്തുകയല്ല വേണ്ടത്, തിരുവനന്തപുരത്ത് ഭരണം നടത്തുകയാണ് വേണ്ടത്. ആ ഭരണം നടത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടതുകൊണ്ടും അത് മൂടിവെക്കാൻ വേണ്ടിയാണ് ഈ ഡൽഹിയിലെ സമരാഭാസവുമായിട്ട് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ തങ്ങൾ ഭരിക്കാൻ കൊള്ളരുതാത്തവരാണെന്നുള്ള തുറന്ന പ്രഖ്യാപനമാണ് ഈ ഡൽഹി സമരത്തിലൂടെ LDF സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ അവർ രാജിവെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാനാണ് തയ്യാറാകേണ്ടതായിട്ടുള്ളത്. കാരണം 7.5 വർഷക്കാലത്തെ അവരുടെ ഭരണം ദയനീയമായ പരാജയമാണ്. ഏതിനെയാണോ ഇക്കാലം അത്രയും വിമർശിച്ചത്, വിദേശവൽക്കരണത്തെ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തെ, സ്വകാര്യ മുതൽ മുടക്കിനെ, എല്ലാറ്റിനെയും വിമർശിച്ച ഈ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആരോപണത്തിന് എന്ത് പിൻബലമാണുള്ളത്? 2009 മുതൽ 2014 വരെ 5 വർഷം LDF UDF സംയുക്ത പിന്തുണയുള്ള UPA രാജ്യം ഭരിച്ചിരുന്നു. ആ 5 വർഷം കേരളത്തിന് വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് ഗ്രാൻഡായിട്ട് നികുതി ഇനത്തിൽ ലഭിച്ചത് 79,800 കോടിയാണ്. എന്നാൽ കഴിഞ്ഞ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഈ ഭരണത്തിനിടയിൽ ലഭിച്ചിട്ടുള്ളത് 2,16,000 കോടിയാണ്. ഇത് നിഷേധിക്കാൻ പിണറായി വിജയന് സാധിക്കുമോ? ഇന്ന് സത്യത്തിൽ ഡൽഹിയിൽ സമരം നടത്തുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ 9.5 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുള്ള നികുതി ഇനത്തിൽ ലഭിച്ചിട്ടുള്ള, ഗ്രാൻഡ് ഇനത്തിൽ ലഭിച്ചിട്ടുള്ള, പദ്ധതി ഇനത്തിൽ ലഭിച്ചിട്ടുള്ള ആകെ എത്ര കോടി രൂപയാണ് എന്ന് വ്യക്തമാക്കുന്ന, അത് മാത്രമല്ല ഇനി എന്താണ് ലഭിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം പുറപ്പെടുവിക്കുകയായിരുന്നു ഈ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ സത്യത്തിൽ ഈ 7.5 വർഷക്കാലത്തെ ഭരണപരാജയം മൂടിവെക്കാനുള്ള ഒരു നാടകമാണ്, സമരാഭാസമാണ് ഇപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്നത്. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളത്തിൽ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത. ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് 68,000 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. നിഷേധിക്കാനാവുമോ? ഞാൻ റെയിൽവേയുടെ പാസഞ്ചർ എമിനിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേവലം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടി മാത്രം 3,500 കോടി രൂപയാണ് ഈ നരേന്ദ്രമോദി സർക്കാർ, റെയിൽവേ മന്ത്രാലയം കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ ഏത് വികസനം, നമ്മുടെ മറ്റെല്ലാ വികസനം, റെയിൽവേ, ഹൈവേ, എയർപോർട്ട്, സീപോർട്ട്, അതുപോലത്തെ എല്ലാ വികസന രംഗത്തും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളത്തിന് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ വിവിധ ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, അത് ഏത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാനങ്ങൾക്ക് നികുതിയുടെ വിഹിതം അനുവദിക്കുന്നത്. ഇപ്പോൾ ഇതേവരെ നമ്മുടെ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്നത് 32%. പക്ഷേ 13ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഈ 32% എന്നുള്ള വിഹിതം 42%-ലേക്ക് ഉയർത്താൻ സാധിച്ചു. സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തുക കേന്ദ്ര വിഹിതം കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നത്.
അതായത് ഈ ഇടത് മുന്നണിക്ക് CPM നേതൃത്വം നൽകുന്ന ഇടത് മുന്നണി ഭരിക്കാൻ അറിയില്ലെന്ന്. അവർക്ക് അറിയുന്നത് ഈ സമരവും അതുപോലത്തെ അക്രമവും അതുപോലത്തെ അക്രമാസക്തമായ സമരം മാത്രം. ഭരിക്കാൻ കൊള്ളരുതാത്തവരാണ് തങ്ങളെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഈ LDF സർക്കാർ, പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ പറയുന്നത് ഞങ്ങളുടെ പ്ലാൻ B ഉണ്ടെന്ന്. ആ പ്ലാൻ B എന്താണെന്ന് വ്യക്തമാക്കണം. അതായത് കേന്ദ്രവിഹിതമൊക്കെ സാധാരണ നിയമാനുസൃതം ലഭിക്കും. ഇനി സ്വന്തം കാലിൽ നിൽക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയാണ് പ്ലാൻ B എങ്കിൽ അതാണ് ആദ്യം പ്രഖ്യാപിക്കേണ്ടത്, അതാണ് ആദ്യം നടപ്പാക്കേണ്ടത്. ഇപ്പം പ്ലാൻ B എന്താണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. അത് സംസ്ഥാനത്തെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പദ്ധതിയാണെങ്കിൽ ആ പ്ലാൻ B ആണ് ആദ്യം നടപ്പാക്കേണ്ടത്. പക്ഷെ അതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് മൗനം പാലിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, കാശിന് കൊള്ളാത്ത ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രയാസമാണ്. ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും പാലിച്ചില്ല എന്ന് മാത്രമല്ല, മാസപ്പടി വാങ്ങുക, അഴിമതി നടത്തുക, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുക. ഈ ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവരൊക്കെ ജയിലിനകത്ത് പോയാൽ ആരും അത്ഭുതപ്പെടേണ്ട. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ മറച്ചു വെക്കാനാണ്. അതായത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ലംഘിച്ചു, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. ഇതിൽ ഈ ജനക്ഷേമ പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. സർവ്വരംഗത്തും പരാജയപ്പെട്ട കേരളത്തെ സർവനാശത്തിലേക്ക് നയിച്ച ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയം അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൽഹിയിൽ പോയി സമരാഭാസം നടത്തുന്നത്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, അവിടെ കാലാവസ്ഥ അതിശൈത്യമുള്ള കാലാവസ്ഥയാണ് അവിടെയുള്ളത്. മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ കേരളത്തിൽ മടങ്ങുന്നതാണ് നല്ലത്. അവിടുത്തെ കാലാവസ്ഥയെ അനുകൂലമല്ല, രാഷ്ട്രീയ കാലാവസ്ഥയെ അനുകൂലമല്ല. വേഗം ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വരുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. ഇതാണ് ഞങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം.